ഇന്നൊരു നല്ല ദിവസമാണ്. വെളിയിൽ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഗാർഡൻ കണ്ട് നല്ല സന്തോഷമുണ്ട്. നമ്മൾ നട്ട വഴുതനച്ചെടി, അതുപോലെ മുളക്, ടൊമാറ്റോ ഇതൊക്കെ നല്ലതായിട്ട് വളരുന്നുണ്ട്. പ്രത്യേകമായിട്ട് വാഴച്ചെടിയും നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇന്ന് വഴുതനങ്ങ അഥവാ ബ്രിഞ്ചോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ എഗ് പ്ലാന്റ് എന്നൊക്കെ പറയും. ഈ വഴുതനച്ചെടിയിൽ ആദ്യമായിട്ടുണ്ടായ വഴുതനങ്ങയാണിത്. ഇത് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് പോട്ടിനകത്താണ് വളർത്തിയത്. കുറച്ച് കുഴി ഒഴിച്ചു കൊടുത്താണ് ഇതിനെ വളർത്തിയത്. ഇത് വെട്ടിയെടുത്തു. ഇത്രയുണ്ട്. ഈ 3 വഴുതനങ്ങയാണ് ഇന്ന് കട്ട് ചെയ്തെടുത്തത്. ഇതുകൊണ്ടൊരു ഡെലിഷ്യസ് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കിച്ചൺ ഗാർഡൻ. വഴുതനങ്ങ ഓൾറെഡി ഒന്ന് കഴുകിയതാണ്. അതിനുശേഷം ഈ ഞെടുപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നുറുക്കുക. നുറുക്കിയ ഓരോ കഷണങ്ങൾ ഇങ്ങനെ എടുത്ത് വീണ്ടും ചെറുതായിട്ട് അരിയാനായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ ഇത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടാവുന്നതാണ്. വഴുതനങ്ങ അരിഞ്ഞത് ഞാൻ വെള്ളത്തിലാണ് ഇട്ടത്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ വെള്ളം കളഞ്ഞ് വാരിയെടുക്കണം. വഴുതനങ്ങ അരിഞ്ഞ് കഴിയതാണ് ഇരിക്കുന്നത്. അതിലേക്ക് ചേർക്കാനുള്ള സാധനമാണിത്. ഫ്രഷ് കോക്കനട്ട്, ഒണിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. പിന്നെ പച്ചമുളക് 3 എണ്ണം ഉണ്ട്. അത് അവരവരുടെ ആവശ്യത്തിന് എടുക്കാം. കറി ലീഫ്. വഴുതനങ്ങ അരിയുന്നതും ഇങ്ങനെ നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. പാനിൽ ഓയിൽ ഒഴിച്ച് കടു വറുത്ത് ഒണിയൻ ആൻഡ് കറി ലീഫ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആക്കുക. വഴുതനങ്ങ അരിഞ്ഞതിലേക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർക്കുന്നു. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത കോക്കനട്ട് ചേർക്കുന്നു. സോൾട്ട് പാകത്തിന് ചേർത്ത് ഈ കൂട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത കൂട്ട് പാനിലേക്ക് ഇടുന്നു. മിക്സ് ചെയ്ത് കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്യണം. ഡെലിഷ്യസ് വഴുതനങ്ങ തോരൻ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.